ആകാശവാണി ജില്ലാ വൃത്താന്തം. ഇന്ന് കൊല്ലം ജില്ല. ജില്ലാ വിശേഷങ്ങളുമായി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ. വിദ്യാധിരാജ ചട്ടമ്പിസ്വാമികളുടെ 102-ാം മഹാസമാധി വാർഷിക ദിനത്തിൽ സമാധിസ്ഥാനമായ ചവറ പന്മന ആശ്രമത്തിൽ അനുസ്മരണ പരിപാടികളും അനുഷ്ഠാനങ്ങളും നടന്നു. മഹാഗുരു സമാധി സ്മൃതി സമ്മേളനം ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ അർലേക്കർ ഉദ്ഘാടനം ചെയ്തു. വാഴൂർ തീർത്ഥപാദാശ്രമം മഠാധിപതി ബ്രഹ്മശ്രീ പ്രജ്ഞാനാനന്ദ തീർത്ഥപാദർ അധ്യക്ഷത വഹിച്ചു. ആശ്രമത്തിലെ മഹാസമാധി ക്ഷേത്രത്തിൽ ഗവർണർ പ്രാർത്ഥിച്ച് പ്രസാദം സ്വീകരിച്ചു. ചട്ടമ്പിസ്വാമികളുടെ പ്രതിമയിൽ ഗവർണർ പുഷ്പങ്ങൾ അർപ്പിച്ചു. പന്മന ആശ്രമം മഠാധിപതി സ്വാമി കൃഷ്ണമയാനന്ദ തീർത്ഥപാദർ, ആശ്രമം ജനറൽ സെക്രട്ടറി AR ഗിരീഷ് കുമാർ എന്നിവർ അനുഗമിച്ചു. ഉച്ചയ്ക്ക് ശേഷം മഹാസമാധി ദിവ്യജ്യോതിരാനയനം, മഹാസമാധി ദിവ്യമുഹൂർത്തത്തിൽ സമാധിപീഠത്തിൽ ജ്യോതി സമർപ്പണം, കളഭാഭിഷേകം, ശ്വേതപുഷ്പാഭിഷേകം എന്നിവയും നടന്നു. സമൂഹത്തിനും പ്രകൃതിക്കും ദോഷകരമാകുന്നവ ഉത്സവ കെട്ടുകാഴ്ചയിൽ നിന്നും ഒഴിവാക്കി കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രം ഭാരവാഹികൾ മാതൃകയായി. മേടത്തിരുവാതിര ഉത്സവത്തിന് സമാപനം കുറിച്ച് നടന്ന കെട്ടുകാഴ്ചയാണ് പ്രകൃതിക്കും ജനങ്ങൾക്കും ദോഷകരമാകരുതെന്ന കരുതലോടെ നടത്തിയത്. നാസിക് ഡോൾ, അതിതീവ്ര ശബ്ദം പുറപ്പെടുവിക്കുന്ന ഇടിവണ്ടി എന്നറിയപ്പെടുന്ന DJ വാഹനം, വർണ്ണക്കടലാസുകൾ വലിയ തോതിൽ പറത്തി നിരത്തുകൾ മലിനമാക്കുന്ന പേപ്പർ ബ്ലാസ്റ്റ്, കണ്ണിന് ദോഷകരമായ ലേസർ ലൈറ്റ് എന്നിവയാണ് ഘോഷയാത്രയിൽ ഒഴിവാക്കിയത്. ആഘോഷങ്ങളിൽ ഒഴിവാക്കേണ്ടവ ഒഴിവാക്കുക തന്നെ വേണമെന്നും ഭക്തജനങ്ങളുടെയും കരക്കാരുടെയും പിന്തുണയോടെയാണ് ഗുണകരമായ മാറ്റം നടപ്പാക്കിയതെന്നും ക്ഷേത്ര ഉപദേശക സമിതി ഭാരവാഹികൾ പറഞ്ഞു. പഞ്ചവാദ്യം, പഞ്ചാരിമേളം എന്നിവയോടെയാണ് ഘോഷയാത്ര ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ടത്. ഘോഷയാത്ര കടന്നു പോകുന്ന പാത നനയ്ക്കാൻ പ്രത്യേക വാഹനം ക്രമീകരിച്ചിരുന്നു. ആനകൾക്കും ഘോഷയാത്രയിൽ പങ്കെടുക്കുന്നവർക്കും ഇത് അത്യുഷ്ണത്തിൽ നിന്നും ആശ്വാസമേകി. ആംബുലൻസ്, മെഡിക്കൽ ടീം എന്നിവയും കെട്ടുകാഴ്ച ഘോഷയാത്രയെ അനുഗമിച്ചു. കേരള പത്രപ്രവർത്തക യൂണിയൻ ജനറൽ സെക്രട്ടറിയും പ്രമുഖ മാധ്യമപ്രവർത്തകനുമായിരുന്ന CR രാമചന്ദ്രൻ അനുസ്മരണവും മാധ്യമ പുരസ്കാര സമർപ്പണവും കൊല്ലം പ്രസ് ക്ലബ്ബിൽ നടന്നു. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉദ്ഘാടനം ചെയ്തു. CR രാമചന്ദ്രൻ സ്മാരക മാധ്യമ പുരസ്കാരം ഡോക്ടർ നടുവട്ടം സത്യശീലന് രമേശ് ചെന്നിത്തല സമ്മാനിച്ചു. സീനിയർ ജേർണലിസ്റ്റ് ഫോറം ഇന്ത്യ ദേശീയ ജനറൽ സെക്രട്ടറി MP ചെക്കുട്ടി, സാഹിത്യ നിരൂപകൻ ഡോക്ടർ PK രാജശേഖരൻ, കേരള മീഡിയ അക്കാദമി ചെയർമാൻ RS ബാബു, CR ഫൗണ്ടേഷൻ പ്രസിഡന്റ് S സുധീശൻ തുടങ്ങിയവർ പങ്കെടുത്തു. അപകടങ്ങൾ വർദ്ധിച്ച സാഹചര്യത്തിൽ MC റോഡിൽ മോട്ടോർ വാഹന വകുപ്പും പോലീസും സംയുക്ത പരിശോധന നടത്തി. നിയമലംഘനം നടത്തിയ 2 KSRTC ബസ്സുകൾ ഉൾപ്പെടെ 140 വാഹനങ്ങൾക്കെതിരെ കേസെടുത്തു. കരിക്കം, വാളകം, തൊളിക്കോട് ഭാഗങ്ങളിൽ വൈകിട്ട് 2 മണിക്കൂർ നടത്തിയ പരിശോധനയിലാണ് ഇത്രയും നിയമലംഘനങ്ങൾ കണ്ടെത്തിയത്. അമിത വേഗത, റോഡിലെ മഞ്ഞവരകൾ ലംഘിക്കൽ എന്നിവയാണ് പ്രധാനമായും നിരീക്ഷിച്ചത്. തൃശൂർ പൂരത്തിൽ പാറമേക്കാവ് ഭഗവതിയുടെ തിടമ്പേറ്റി തിരകിയെത്തിയ ഗജരാജ് രത്നം തൃക്കടവൂർ ശിവരാജുവിന് നാട്ടിൽ ഗംഭീര സ്വീകരണം നൽകി. ലോകപ്രശസ്തമായ തൃശൂർ പൂരത്തിൽ പങ്കെടുത്ത് കൊല്ലത്തിൻ്റെ യശസ്സുയർത്തിയ തങ്ങളുടെ പ്രിയപ്പെട്ട രാജൂട്ടനെ സ്വീകരിക്കാൻ പ്രായഭേദമന്യേ ആരാധകരെത്തി. തേവള്ളി മഹാലക്ഷ്മിക്കാവിൽ ക്ഷേത്ര ഉപദേശക സമിതിയുടെ നേതൃത്വത്തിൽ 8 കരക്കാരും ഭക്തജനങ്ങളും ചേർന്ന് ശിവരാജുവിനെ സ്വീകരിച്ചു. നെറ്റിപ്പട്ടം കെട്ടി ഒരുക്കി ചെണ്ടമേളത്തോടെ തൃക്കടവൂർ മഹാദേവർ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിച്ചു. പ്രസിദ്ധമായ കടവൂർ പള്ളിയിലും ശിവരാജുവിന് സ്വീകരണം നൽകി. കടവൂർ സെന്റ് കാശ്മീർസ് ചർച്ചിലെ തിരുനാൾ കൊടിയേറ്റം ശിവരാജുവിൻ്റെ സാന്നിധ്യത്തിൽ നടത്തി. തൃശൂർ പൂരത്തിൽ പാറമേക്കാവ് ഭഗവതിയുടെ തിടമ്പേറ്റി തിരകിയെത്തിയ ഗജരാജ് രത്നം തൃക്കടവൂർ ശിവരാജുവിന് നാട്ടിൽ ഗംഭീര സ്വീകരണം നൽകി. ലോകപ്രശസ്തമായ തൃശൂർ പൂരത്തിൽ പങ്കെടുത്ത് കൊല്ലത്തിൻ്റെ യശസ്സുയർത്തിയ തങ്ങളുടെ പ്രിയപ്പെട്ട രാജൂട്ടനെ സ്വീകരിക്കാൻ പ്രായഭേദമന്യേ ആരാധകരെത്തി. തേവള്ളി മഹാലക്ഷ്മിക്കാവിൽ ക്ഷേത്ര ഉപദേശക സമിതിയുടെ നേതൃത്വത്തിൽ 8 കരക്കാരും ഭക്തജനങ്ങളും ചേർന്ന് ശിവരാജുവിനെ സ്വീകരിച്ചു. നെറ്റിപ്പട്ടം കെട്ടി ഒരുക്കി ചെണ്ടമേളത്തോടെ തൃക്കടവൂർ മഹാദേവർ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിച്ചു. പ്രസിദ്ധമായ കടവൂർ പള്ളിയിലും ശിവരാജുവിന് സ്വീകരണം നൽകി. കടവൂർ സെന്റ് കാശ്മീർസ് ചർച്ചിലെ തിരുനാൾ കൊടിയേറ്റം ശിവരാജുവിൻ്റെ സാന്നിധ്യത്തിൽ നടത്തി. ജില്ലാ വൃത്താന്തം സമാപിച്ചു.